മക്കളെ മിഷൻ സാറാണ്. നമ്മുടെ 11ാമത്തെ പാർട്ടിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വേവ്സ് അല്ലെങ്കിൽ തരംഗ ചലനത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്ന സമയത്ത് ഇതുപോലെ മസിലൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരിങ്ങനെ ഒരു കയറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നങ്ങൾ കാണുന്നുണ്ടാവും. അവരുടെ എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഇങ്ങനെ ഒരു ചുമരുണ്ട്, അവിടെ പോയിട്ട് എങ്ങനെ അടിക്കും അല്ലേ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇങ്ങനെ എനർജി ഇങ്ങനെ പോയിട്ട് എങ്ങനെ അടിക്കും. അപ്പം എന്താ വേവ്സ് അല്ലേ, ഇതൊരു വേവ് മോഷൻ അല്ലേ വേവ് മോഷൻ അല്ലേ ആണ്. അവരെന്താ ചെയ്യുന്നത്, അവരുടെ എനർജി എന്ത് ചെയ്യാണ്, അവരുടെ എനർജിയോടാണ് അതങ്ങനെ എന്ത് ചെയ്യുന്നത്, ആ ഒരു വേവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പം എന്താണ് ആ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ, എനർജിനെ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്ന എന്താ സാറേ, യെസ് ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ. എന്താ പ്രൊപ്പഗേഷൻ, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുക. എന്ത് എനർജി ഫ്രം എവിടുന്നാടാ, വൺ പാർട്ട് ടു അതർ പാർട്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ എന്നാൽ പോകുന്നു. ആര് പോകുന്നു, എനർജി. എവിടെ നിന്നിട്ട്, വൺ പാർട്ട് ടു അനദർ പാർട്ട് ഓഫ് എ മീഡിയം. എങ്ങനെയാടാ, ത്രൂ ഓസിലേഷൻ. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. മലയാളത്തിൽ കണികളുടെ കമ്പനം മൂലം മാധ്യമത്തിൽ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. അതിനെയാണ് പ്രസരിപ്പിക്കുന്നു എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തരംഗ ചലനം എന്ന് വിളിക്കുക, വേവ് മോഷൻ എന്ന് വിളിക്കുക. കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഗുഡ് ബൈ.